മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനില്ലേ വെള്ളരിക്ക മുറിച്ചിട്ടതാണ്. വെള്ളരിക്ക മുറിച്ചിട്ട് അതിലേക്ക് മുളക്, മല്ലി, മഞ്ഞൾ, പച്ചമുളക്, കരിവേപ്പില, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചുടലാണ് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തോല് കെട്ടിക്കിട്ടാ നേരെ മറ്റെന്താ പറയുക, ഇളയതാണ്. അതിനെക്കൂട്ട് നന്നായി ഇളയതൊന്നും തോലി എത്താറില്ല. നല്ല തിളക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചങ്ങാണ്ട് കഴുകിയതാണ്, ചുടുവെള്ളത്തിൽ ഒഴിച്ച് കഴുകിയതാണ്. അപ്പം ഇതിലേക്ക് നമുക്കിനി ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ചെമ്മീൻ ഇതൊക്കെയാണ് ഒഴിച്ചിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റഹ്മാൻ. അങ്ങനെ ചെമ്മീനും മറ്റേ നമ്മളെ വെള്ളരിക്കയും കൂടെ നല്ലോണം വേവട്ടെ. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലോണം വെന്തിട്ട് തേങ്ങ വെച്ച് കൊടുത്താൽ നല്ല രസമുണ്ടാവും. ഇട്ട് വെച്ച് കറി വെച്ചാൽ ഇതിങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാം. അന്ന് ഞാൻ ചേന ഇട്ട് വെച്ചിനി. പിന്നെ ഇപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം. ഉരുളക്കിഴങ്ങ്, ചേന, ഇളവന്, അവനക്ക് എന്ത് കഷ്ണമാണ് വേണ്ടത് ഇഷ്ടമുള്ള കഷ്ണം ഇട്ട് വെക്കാം കേട്ടോ. അപ്പം ഇതൊന്ന് വേവട്ടെ. നമ്മളെ കറി നല്ലോണം തിളച്ചു വെന്തും കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കൂടെ വേവാനുണ്ട്. വെള്ളരിക്ക ഒന്നും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ കലക്കി വയ്ക്കാം. ഇത് വെന്തിട്ടുണ്ട്. തേങ്ങ ഇതൊക്കെ നാട്ടി കൊണ്ടുവന്ന് നിൽക്കുന്നു. നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഉപ്പും പുളിയും ഒക്കെ നോക്കട്ടെ. എല്ലാം പാകത്തിനുണ്ട്. ഒരു വലിയ തക്കാളി 6 പീസാക്കി ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. ഒരുപാട് പുളിയൊന്നും ഇതിലേക്ക് ആവശ്യമില്ലല്ലോ. പുളി വേണ്ടവർക്ക് ഒരു ഇരുമ്പ് പുളി വയ്ക്കുക. ഇവിടെ അധികം പുളി ഇഷ്ടമില്ല. ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റാണ് കേട്ടോ. തേങ്ങ ഒഴിച്ച് നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കാം. ഇത് കറി വെക്കാകയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ വെച്ചാൽ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.